ചോദിക്കുക, ഈ സർക്കാർ ജനങ്ങൾക്കും നാടിനും വേണ്ടി എന്തു ചെയ്തു? ഇതാണ് ഏത് കാലത്തും ഏത് തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷം സർക്കാരിനെതിരെ ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ ആരെങ്കിലും ആ ചോദ്യം ഇത്തവണ കേട്ടോ? എവിടെയെങ്കിലും ഉണ്ടായോ? ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇത്തരമൊരു ചോദ്യം ഉയരുന്നുണ്ടോ? എന്തേ? തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ എതിർക്കുന്ന UDF-ഓ BJP-യോ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ പടച്ചുവിടാൻ ശ്രമിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളിൽ നിന്ന് ഈ ഒരു ഭാഗം നിങ്ങൾ ആരെങ്കിലും കേട്ടോ? എന്തുകൊണ്ടാണത്? ഇവിടെ ഈ പതിവ് ചോദ്യം എന്തുകൊണ്ട് ഉയരുന്നില്ല എന്ന ഭാഗം ഞാൻ പ്രത്യേകമായി വിശദീകരിക്കേണ്ടതില്ല. നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിത അനുഭവത്തിലുള്ള കാര്യങ്ങളാണത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ നാടും രാജ്യവും ദുരിതക്കയത്തിലായത് കോവിഡ് ബാധിച്ച് അതിൻ്റെ ഭാഗമായി ലോക്ക്ഡൗൺ വന്ന കാലത്തായിരുന്നു. കോവിഡിൻ്റെ ദുരിതകാലം. അപ്പോഴും കേരളം ഇന്ത്യക്ക് മാതൃകയായി നിൽക്കുന്നു, രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി നിൽക്കുന്നു. നാം വലിയ സമ്പത്തുള്ളവരല്ല, നമ്മുടെ ഖജനാവ് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയല്ല. പക്ഷേ പാവങ്ങളോട്, സാധാരണക്കാരോട് ഉള്ള പ്രതിബദ്ധത അത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നുണ്ട്. അതാണ് LDF-ന്റെ പ്രത്യേകത. അതിൻ്റെ ഭാഗമായി ഇവിടെ സൗജന്യ ടെസ്റ്റിംഗ്, സൗജന്യ ചികിത്സ, ലോക്ക്ഡൗൺ കാലത്ത് സൗജന്യ റേഷൻ, എല്ലാ മാസവും സൗജന്യമായ ഭക്ഷ്യക്കിറ്റുകൾ, വിഷമം അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് നൽകിയ പ്രത്യേക ആശ്വാസ സഹായങ്ങൾ, വർദ്ധിപ്പിച്ച നിരക്കിൽ മാസം തോറും വീട്ടിൽ കയ്യിൽ എത്തുന്ന ക്ഷേമ പെൻഷൻ, ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അനുഭവമാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും അനുഭവമാണ്. അവരുടെ മുന്നിൽ നാടിനും ജനങ്ങൾക്കും വേണ്ടി സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ പറ്റുമോ? അതോടൊപ്പം സ്കൂളുകൾ, ആശുപത്രികൾ, പരമ്പരാഗത വ്യവസായങ്ങൾ, റോഡുകൾ, സ്റ്റേഡിയങ്ങൾ, പാലങ്ങൾ, ഇങ്ങനെ ഒരുപാട് മേഖലകൾ പ്രകടമായ അഭൂതപൂർവമായ മാറ്റം. അതാണ് ഈ കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം പശ്ചാത്തല സൗകര്യമൊരുക്കാൻ കിഫ്ബി, അതിൻ്റെ ഭാഗമായി ഉയർന്നു വരേണ്ട വിവിധ പ്രോജക്റ്റുകളെ സഹായിക്കാനും പിന്താങ്ങാനും ഇതാ കേരള ബാങ്ക്. ഇതെല്ലാം കണ്ട് വിഭ്രാന്തിയിലായ UDF-ഉം BJP-യും സകലതിനെയും എതിർക്കുകയാണ്. എന്തിനെയൊക്കെ കാണുന്നോ, കണ്ണിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളെയും എതിർക്കാൻ തയ്യാറാവുകയാണ്. അവർക്കൊരാലോചന മാത്രമേ ഉള്ളൂ: കേരളത്തിൻ്റെ വികസനത്തിന് എങ്ങനെ തടയിടാനാകും? UDF-ന്റെ ബാന്ധവം BJP-യുമായി മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യബന്ധം. ഇവിടെ ഈ ബാന്ധവത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഏൽക്കാൻ പോകുന്ന തിരിച്ചടി എന്താണെന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വ്യക്തമാകും. മുസ്ലിം മതവിശ്വാസികൾ അകറ്റി നിർത്തുന്ന ഒരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ സ്വാഭാവികമായും അകറ്റി നിർത്തുന്ന വിഭാഗത്തെ 4 വോട്ടിനു വേണ്ടി കൂടെ കൊണ്ടുവരാൻ തയ്യാറായ ലീഗിനും കോൺഗ്രസിനുമെതിരെയുള്ള വികാരം മുസ്ലിം ബഹുജനങ്ങളിൽ
പതഞ്ഞുയരുകയാണ്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് LDF എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുന്ന നിലപാട് LDFനില്ല. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ LDF ഇല്ല. തല ഉയർത്തി നെഞ്ചു വിരിച്ച് LDFന് ഉച്ചത്തിൽ ഇത് പറയാനാകും. നാടിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാൻ LDFനോടൊപ്പം അണിചേരാനാണ് എല്ലാവരും തയ്യാറെടുക്കുന്നത്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ അണികളിൽപ്പെട്ടവർ, നേരത്തെ അവർക്ക് വോട്ട് ചെയ്തവർ, അവരെല്ലാം മാറി ചിന്തിക്കുന്ന അവസ്ഥ. LDF ആണ് തങ്ങളുടെ കാര്യം നോക്കുന്നത്, തങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്. എന്തിന് ഞങ്ങൾ LDFനെതിരെ നിൽക്കണം എന്ന് ചിന്തിക്കുന്ന അനേക ലക്ഷം ആളുകൾ ഈ കേരളത്തിൽ ഉണ്ട് എന്നാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് LDFന്റെ വൻപിച്ച വിജയക്കൊടി പാറിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. നിങ്ങളെല്ലാവരും അതിനോടൊപ്പം അണിനിരക്കുക. LDF സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്ന